നമസ്കാരം. +2 പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +2 ഫിസിക്സിലെ 12ാമത്തെ അധ്യായമായ ആറ്റംസിലെ ബോർ മോഡൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റവും ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ദ ക്വാണ്ടൈസേഷൻ എന്നീ ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. റൂദർഫോർഡ്സ് ന്യൂക്ലിയർ ആറ്റം മോഡലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് സെൻട്രൽ കോർ കോൾഡ് ന്യൂക്ലിയസ്. ഇപ്പോൾ റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് എൻറ്റയർ പോസിറ്റീവ് ചാർജും മോസ്റ്റ് ഓഫ് ദ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. The electrons revolve around the nucleus at some distance away. The centripetal force for the revolution is provided by the electrostatic force of attraction between the nucleus and the electrons. ഇവിടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിന് ന്യൂക്ലിയസിന് കുറച്ച് അകലെയായിട്ടാണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് നമുക്കറിയാം ഇലക്ട്രോൺസിനെ റിവോൾവ് ചെയ്യുന്നതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ നമുക്കിത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് എഴുതാം. അതായത് mv²/r എന്ന് പറയുന്നതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ എന്താണ്? 1/4πε0 e²/r² ആണ്. സോ mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 e²/r² ആണ്. The amount of positive charge of the nucleus is exactly equal to the amount of negative charge on all the electrons of the atom. That means the atom is electrically neutral. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അടുത്തതായിട്ട് റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. അതായത് ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റൂദർഫോർഡ് ആറ്റം മോഡലിന് സാധിച്ചില്ല. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ത് ചെയ്യാണെന്ന് പറയുന്നത് ഷുഡ് എമിറ്റ് റേഡിയേഷൻ. ഇവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ഇഫ് ദ റേഡിയേഷൻ ഈസ് കണ്ടിന്യൂസ്ലി എമിറ്റഡ് ഇറ്റ്സ് എനർജി വിൽ ഡിക്രീസ് ആൻഡ് ദ ഇലക്ട്രോൺ ഷുഡ് ഫൈനലി ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ റേഡിയേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഫൈനലി ന്യൂക്ലിയസിലേക്ക് ഫോൾ ചെയ്യുന്നതാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. ദെൻ സെക്കൻഡ് ഡ്രോബാക്ക്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്ര എമിറ്റഡ് ബൈ മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ്. ബോർ ആറ്റം മോഡൽ ബേസിക് പോസ്റ്റ്ലേറ്റ്സ്. ബോർ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർട്ടൻ സ്റ്റേഷനറി ഓർബിറ്റ്സിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ റിവോൾവിംഗ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2πയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആണ്. അത് നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു mvr ആണ്. സോ mvr ഇസ് ഈക്വൽ ടു nh/2π ആയിട്ട് എഴുതാം. ഇവിടെ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. n ഇസ് ഈക്വൽ ടു 1, 2, 3 etc. In an atom, the electrons cannot revolve around the nucleus in all paths. They can revolve only through certain stationary orbits, in which the angular momentum of the revolving electron is an integer multiple of h/2π. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഈ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആറ്റം എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ആസ് ഫാർ എസ് ഇലക്ട്രോൺസ് റിവോൾവ്സ് ദ സ്റ്റേഷനറി ഓർബിറ്റ്സ്, the atom will not radiate energy. In an atom, the radiation of energy takes place when an electron jumps from an orbit of higher energy to an orbit of lower energy. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ഓർബിറ്റിൽ നിന്നും ലോവർ എനർജി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ എനർജി റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു. ഹയർ എനർജി നമ്മൾ I വച്ചിട്ടും ലോവർ എനർജി F വച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി നമുക്ക് EI - EF = E ആയിട്ട് എഴുതാം.
ഇവിടെ ഇ എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഫോട്ടോൺ ആണ്. സോ എനർജി ഓഫ് ദ ഫോട്ടോൺ നമ്മൾ എച്ച് ന്യൂ വെച്ചിട്ട് നോട്ട് ചെയ്യുന്നു. സോ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ് ആണ്. അടുത്തത് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്നു. ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ഇയും ഇതിൻ്റെ മാസ് എമ്മുമാണ്. ഓർബിറ്റിലൂടെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് ആറായിട്ട് നമുക്ക് എടുക്കാം. ഈ ഇലക്ട്രോണിന് ഇത് സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യണമെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. എവിടെ നിന്നാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ലഭിക്കുക? ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mv²/r ആണെന്നുള്ളത് നമുക്കറിയാം. സോ mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 e²/r². ഇത് 1/4πε0 e²/r² എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എടുക്കുന്നു. അതായത് mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 e²/r² എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു. രണ്ടാമതായിട്ട് ബോർസിൻ്റെ പോസ്റ്റുലേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബോർസ് പോസ്റ്റുലേറ്റിൽ നിന്ന് നമുക്കറിയാവുന്നതാണ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് h/2πയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആണ്. അതായത് mvr ഇസ് ഈക്വൽ ടു nh/2π ആണ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. Therefore mv²/r divided by mvr is equal to 1/4πε0 e²/r² divided by nh/2π. ഇപ്പോൾ ഇതിനകത്തുള്ള കോമൺ ടേംസ് ഒക്കെ നമുക്കിവിടെ കളയാവുന്നതാണ്. ഇവിടെ എമ്മും കളയാം. ഇവിടെ v² ഇവിടെ v ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2 ഉണ്ട്. 2ഉം ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. ഇനി പൈ ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ v/r² is equal to e²/2ε0 hn(r²) ആയിട്ട് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് v is equal to അവിടെ r² ഉണ്ട് കോമൺ ആയിട്ട്. അതുപോലെ v is equal to e²/2ε0 hn ആയിട്ട് എഴുതാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് v is equal to e²/2ε0 hn ആണ്. അപ്പോൾ നമുക്കിവിടെ വിയും എന്നും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. n കൂടുമ്പോൾ ഇവിടെ v കുറയുകയാണ്. സോ v ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ v ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n ആണ്. അതായത് n കൂടുമ്പോൾ v കുറയുന്നു. അതായത് ഹയർ ഓർബിറ്റ്സിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ദ ഇലക്ട്രോൺസ് മൂവ്സ് അറ്റ് എ ലോവർ സ്പീഡ് ഇൻ ദ ഹയർ ഓർബിറ്റ്സ്. അടുത്തതായിട്ട് ഇവിടെ റേഡിയോ ഓഫ് ദ ഓർബിറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. റേഡിയസിനുള്ള എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ്. അതേ എക്സ്പ്രഷൻ തന്നെയാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 e²/r². അടുത്തതായിട്ട് ബോർസ് പോസ്റ്റുലേറ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് mvr ഇസ് ഈക്വൽ ടു nh/2π. ഇതിൽ നിന്ന് ഈ mvr ഇസ് ഈക്വൽ ടു nh/2πയിൽ നിന്ന് വിക്കുള്ള എക്സ്പ്രഷൻ എഴുതാണ്. ഇവിടെ mrനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ v ഇസ് ഈക്വൽ ടു nh/2πmr ആണ്. ഇനി ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v² ഇസ് ഈക്വൽ ടു n²h² ഡിവൈഡ് ബൈ 4π²m²r² ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ v²നുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ v²നുള്ള എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണ്. അപ്പോൾ ഇവിടെ m/r ഇൻറ്റു v² പകരമായിട്ട് n²h² ഡിവൈഡ് ബൈ 4π²m²r² എഴുതുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ 1/4πε0 e²/r² ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ കോമൺ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 4 എല്ലാം കോമൺ ആണ്. ഇവിടെ π² ഇവിടെ π ഉണ്ട്. ഇവിടെ r² ഉണ്ട്. അപ്പോൾ ഈ കോമൺ ടേംസ് എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് r ഇസ് ഈക്വൽ ടു n²h²ε0 ഡിവൈഡ് ബൈ πm(e²) ആയിട്ട് കിട്ടും. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ആറും എന്നും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ r ഈസ് പ്രൊപ്പോർഷണൽ ടു n² ആയിട്ട് കിട്ടും. ഇത് r ഈസ് പ്രൊപ്പോർഷണൽ ടു n². ഇനി നമ്മൾ n ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്കിവിടെ ആറിന് പകരം r1 ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ h ദാറ്റ് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് h(ε0 πm
ഇ സ്ക്വയർ. ഇതിനൊക്കെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ R1 എക്സ്പ്രഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Rn ഇസ് ഈക്വൽ ടു n സ്ക്വയർ R1 ആയിട്ട് എഴുതാം. അടുത്ത് നമുക്ക് n ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് 2 സ്ക്വയർ R1 ആയിട്ട് എഴുതാം. അതിൻ്റെ റേഡിയസ് Rn എന്ന് പറയുന്നത് 2 സ്ക്വയർ R1 ആയിട്ട് എഴുതാം. അപ്പോൾ അതുപോലെ കോമൺ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Rn ഇസ് ഈക്വൽ ടു n സ്ക്വയർ R1 ആണ്. Rn ഇസ് ഈക്വൽ ടു n സ്ക്വയർ R1. അടുത്തതായിട്ട് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. നമുക്ക് ടോട്ടൽ എനർജി ഇൻ ആൻ ഓർബിറ്റ് ഇസ് ദ സം ഓഫ് ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. നമുക്ക് വീണ്ടും സെയിം ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് mv²/r ഇസ് ഈക്വൽ ടു 1/4πε0 e² / r². അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ mv² കണ്ടുപിടിക്കുകയാണ്. സോ mv² ഇസ് ഈക്വൽ ടു 1/4πε0 e² r ആയിട്ട് എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mv²/2 ആണ്. ദെർഫോർ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് 1/8πε0 e² r ആയിട്ട് എഴുതാം. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -1/4πε0 e² r ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. ദറ്റ് ഈസ് 1/8πε0 e² r പ്ലസ് -1/4πε0 e² r ആണ്. അപ്പോൾ നമുക്കിവിടെ LCM 8πε0 r ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ എന്തായിട്ട് കിട്ടും? -1 ഡിവൈഡഡ് ബൈ 8πε0 e² r ആയിട്ട് എഴുതണം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -1 ഡിവൈഡ് ബൈ 8πε0 e² r ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് ഓൾറെഡി നമ്മൾ ആറിനുള്ള എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞു. R ഇസ് ഈക്വൽ ടു എന്താണ്? n² h²ε0 ഡിവൈഡ് ബൈ πm² ആണ്. അപ്പോൾ ഈ ആറിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഈ ടോട്ടൽ എനർജിയിലുള്ള ആറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകിയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? -1 ഡിവൈഡഡ് ബൈ 8πε0 e² ഡിവൈഡഡ് ബൈ, ഇവിടെ ആറിന് പകരമായിട്ട് n² h²ε0 ഡിവൈഡഡ് ബൈ πm² ആയിട്ട് എഴുതാം. ഇവിടെ E is equal to -1 divided by 8πε0 e² divided by n² h²ε0 divided by πm² ആണ്. ഇവിടെ വീണ്ടും കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E is equal to -m e⁻⁴ divided by 8πε0² h²n² ആയിട്ട് എഴുതാം. ഇനി ഇവിടെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, ε0, h ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണെങ്കിൽ നമുക്ക് E is equal to -13.6 ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് എഴുതാം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് -13.6 ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ നമുക്കറിയാം n is equal to 1 ആണ്. അപ്പോൾ എക്സ്പ്രഷൻ എന്താവും? -13.6 ഡിവൈഡ് ബൈ 1² ഇലക്ട്രോൺ വോൾട്ട്, അതായത് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇത് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ്. ഇതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ദറ്റ് ഈസ് ദ എനർജി ഓഫ് ദ ആറ്റം ഈസ് ദ ലീസ്റ്റ് വെൻ ദ ഇലക്ട്രോൺസ് റിവോൾവ്സ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. ദിസ് സ്റ്റേറ്റ് ഓഫ് ലോവസ്റ്റ് എനർജി ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. Then the minimum energy required to free electron from the ground state of hydrogen atom is 13.6 electron volt and is called ionization energy of the hydrogen atom. ഇനി സെക്കൻഡ് ഓർബിറ്റലാണെങ്കിൽ നമുക്ക് എന്നിന് പകരം നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാവുന്നതാണ്. n² = 2² കൊടുക്കുമ്പോൾ E is equal to -13.6 divided by 2² ഇലക്ട്രോൺ വോൾട്ട്, that is equal to -3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കിട്ടും. നമുക്കറിയാവുന്നതാണ് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ഇനി അതിന് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഔട്ടർ ഓർബിറ്റ്സിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ആറ്റത്തിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ട് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ട് കിട്ടുന്നത് സോ E is equal to സെക്കൻഡ് ഓർബിറ്റിൽ E is equal to -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി തേർഡ് ഓർബിറ്റിലാവുമ്പോൾ E is equal to -13.6 3² EV ആയിട്ട് എഴുതാം. ദറ്റ് ഈസ് -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
അപ്പോൾ the energy needed to take the atom from the ground state to an excited state is called excitation energy. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എനർജി, ദ എനർജി നീഡഡ് ടു ടേക്ക് ദ ആറ്റം ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അത് നമ്മൾ പറയുന്ന പേരാണ് എക്സൈറ്റേഷൻ എനർജി. അടുത്തായിട്ട് നമുക്ക് ഇവിടെ എനർജി ലെവൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം മനസ്സിലാക്കുക. അപ്പം ഓൾറെഡി നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് മനസ്സിലായി. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ n=1 ആണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ ഇതെല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ n=2 ആകുമ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി n=3 ആകുമ്പോഴോ -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇതുപോലെ E=-13.6 ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റിലുള്ള എനർജി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി കണ്ടുപിടിക്കാൻ? എക്സൈറ്റേഷൻ എനർജി എന്നൊന്ന് മനസ്സിലാക്കി. ദ എനർജി നീഡഡ് ടു ടേക്ക് ദ ആറ്റം ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദാൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്കൻഡ്, അതായത് E2 - E1 ആയിട്ട് എഴുതാം. ഇപ്പോൾ E2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് -3.4 -13.6 അതായത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി അതുപോലെ സെക്കൻഡ് എക്സൈറ്റേഷൻ എനർജിയോ ഇവിടെ E3 - E1 ആയിട്ട് എഴുതാം. ഇവിടുത്തെ വാല്യൂ എത്രയാണ്? -1.51 ഇലക്ട്രോൺ വോൾട്ട് -13.6 ഇലക്ട്രോൺ വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 12.09 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ടും സെക്കൻഡ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത് 12.09 ഇലക്ട്രോൺ വോൾട്ടും ആയിരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ എക്സൈറ്റേഷൻ എനർജിയും കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത് ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ഇപ്പോൾ ബോർസ് പോസ്റ്റുലേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബോർസ് പോസ്റ്റുലേറ്റ്സ് അനുസരിച്ചിട്ട് ഈ റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് NH/2π ആണ്. അതിനുള്ള ഡി ബ്രോഗ്ലിയുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ അനുസരിച്ച് നമുക്ക് അറിയാവുന്നതാണ്, ദ ഇലക്ട്രോൺ ഇൻ ദെയർ പെർമീറ്റഡ് ഓർബിറ്റ്സ് ഷുഡ് ബി സീൻ ആസ് എ പാർട്ടിക്കിൾ വേവ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ നമുക്കിവിടെ ഒരു പാർട്ടിക്കിൾ വേവ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിനൊരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വേവ് ഉണ്ട്, പാർട്ടിക്കിൾ വേവ് ഉണ്ട്. അപ്പോൾ ദ സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ പാർട്ടിക്കിൾ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വേവ് ലെങ്ത് കാണാവുന്നതാണ്. ഈ പാർട്ടിക്കിൾ വേവിൻ്റെ വേവ് ലെങ്ത് ഇവിടെ കാണാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ദ 2πr. ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr ആണ്. 2πr is equal to n times lambda ആയിരിക്കും. n times lambda ആണ്. ഇവിടെ നോക്കുക, n times lambda ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2πr is equal to n into lambda. ഇത് സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് മസ്റ്റ് ബി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ പാർട്ടിക്കിൾ വേവ് ലെങ്ത് ആണ്. ആ പാർട്ടിക്കിൾ വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും അത്. അപ്പോൾ 2πr is equal to n lambda ആയിട്ട് എഴുതാം. ലാംഡ ഇസ് ഈക്വൽ, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? h/mv ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. അതുപോലെ 2πr ഇസ് ഈക്വൽ ടു n ലാംഡയിൽ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുക. സോ 2πr ഇസ് ഈക്വൽ ടു n ഇൻറ്റു ലാംഡയ്ക്ക് പകരം h/mv കൊടുക്കുക. ഇനി അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് mvനെ vനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, 2πനെ റൈറ്റിലേക്കും കൊണ്ടുവരാം. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ mvr ഈക്വൽ ടു NH/2π ആയിട്ട് എഴുതാം. ഇതാണ് ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. നെക്സ്റ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ബോർസ് ആറ്റം മോഡൽ. ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഹൈഡ്രജൻ ലൈക്ക് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റംസ് ആൻഡ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ മെയിൻ ഇലക്ട്രോൺ സിസ്റ്റംസ്. അതായത് മെയിൻ ഇലക്ട്രോൺ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിന് സാധിച്ചിട്ടില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. It does not give any idea about the relative intensities of the various spectral lines. It could not explain the splitting of spectral lines in a magnetic field and in the electric field. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലോ സ്പെക്ട്രൽ ലൈൻസിലുള്ള സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഇതിന് സാധിച്ചില്ല. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.